ഗായ്സ് ഏട്ടന് വീട്ടോട്ട് വന്നിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് തൂണൊക്കെ ഞാനും ഏട്ടനും കൂടി വള്ളിക്കാവിലുള്ള ലൈവ് ഷുഗറിലോട്ട് വന്നിട്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ബേക്കറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു. ആ വഴി പിന്നെ വരുന്ന വഴി പൊരിപ്പ് സാധനവും വാങ്ങിയിട്ട് കുറച്ച് ബജ്ജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടോട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരമൊക്കെ ഒരു മെയിൽ കഴുകി കളയതാതൊക്കെ അമ്പലത്തിലോട്ട് വന്നിട്ട് അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. നാളെ തൊട്ട് തുടങ്ങുകയാണ്. നാളെ നമ്മുടെ വിഷു കണ്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പം നാളത്തെ തുടങ്ങി കഴിഞ്ഞാൽ തീരുന്നത് 23-ാം തീയതിയാണ് കേട്ടോ. അപ്പം നമ്മുടെ അതിൻ്റെ അടുത്തൊരു മനയമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഇവിടുന്ന് താലപ്പൊലി ഇവിടുത്തെ ദേവി അനിയത്തെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കരമായിട്ട് തുള്ളി അവിടെ ഭയങ്കര വിളക്കൊക്കെ വെച്ച് ഭയങ്കര രസം കാണാനും അതുപോലെ കമ്പൊക്കെ പൊടിക്കുക. അതുപോലെ തന്നെ ഈ പിള്ളേർ ആപ്പോ ഇറോ വിളിക്കുമ്പോൾ ആ ദേവി കിടന്ന് തുള്ളുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും പിന്നെ ഏട്ടനും കൂട്ടുകാരെല്ലാം അവർ കമ്മിറ്റി അംഗങ്ങളായതുകൊണ്ട് ഏട്ടനും ഉണ്ട് അതിനകത്തൊരു അംഗം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടിയാണ് പോയത് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചേട്ടത്തെ അനിയത്തെ കാണാൻ വന്ന് എന്നിട്ട് ഇവർ രണ്ടും കൂടെ കൈയൊക്കെ പിടിച്ച് തുള്ളി പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അതൊക്കെ അമ്മ ചേട്ടത്തെയാണ്, മറ്റേ അനിയത്തെ കാണാൻ പോകട്ടോ. മറ്റേത് അനിയത്തെയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലോട്ട് വന്ന് അപ്പോഴത്തേക്ക് അവിടെ ഒരു ചെമ്പിനകത്ത് മഞ്ഞൾ തിളപ്പിച്ചിട്ടിട്ടുണ്ട്. അത് വേറൊരു കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വ്രതം നിന്നിട്ട് ഇത് തലവഴി നെയ്യത്തൊക്കെ ഒഴിക്കും കേട്ടോ. അത് കാണാൻ നമ്മൾ നിന്നില്ല. നിൽക്കാഞ്ഞെന്ന് പറഞ്ഞാൽ കളരിയൊക്കെ ആകുമ്പോഴത്തേക്ക് തോറ്റമ്പാട്ട് തുടങ്ങാറ്. അതിന് മുമ്പത്തേക്ക് ഈ താലപ്പൊലി കയറി കഴിയുമ്പോൾ നമ്മുടെ ദൈവത തിരിച്ച് പോകണം. അപ്പോൾ അണ്ണന്മാരെയും കൂടെ ഞാനും തിരിച്ച് ഏട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടി തിരിച്ച് പിന്നെ അമ്പലത്തിലോട്ട് അങ്ങ് പോയി കേട്ടോ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അടുത്ത വീട്ടിൽ കാണാവേ. ബൈ.